exercise 5.6. If x and y are connected parametrically by the equation given in exercise 1 to 10, without eliminating the parameter, find dy by dx. Okay, അപ്പം x sin cube t by root cos t, y is equal to cos cube t by root cos t. ഓക്കെ, ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു സിറ്റുവേഷനിൽ എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് dy by dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? dy by dx equal to dy by dt divided by dx by dt. ഓക്കെ, ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? dx by dt കണ്ടുപിടിച്ചു. എങ്ങനെയാണ് dx by dt? d by dt of x value sin cube t by root cos t. നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ ടൈം ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ടൈം ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, നൗ d by dt of sin cube t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഏതിന് ഇക്വലന്റ് ആയിരിക്കും? d by dt of sin cube t അത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? അത് d by dt of u cube u raised to n. ഓക്കെ, u raised to n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n u raised to n minus 1 times du by dt എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. അതുകൊണ്ടാണ് അതിന്റെ വാല്യൂ 3 sin 3 minus 3 sin square p d by dt of sin t എന്ന് കിട്ടിയത് മൈനസ് sin cube t d by dt of cos root cos t എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കിട്ടും? അത് ഇതുപോലെ ഇക്വലന്റ് ആണ്. അത് d by dt of u raised to 1 by 2 എന്നുള്ളൊരു എക്സ്പ്രഷൻ വരും. അവിടെ ഇതുപോലെ തന്നെ 1 by 2 u raised to 1 by 2 minus 1 times du by dt എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു കേസിൽ u എന്ന് പറയുന്നത് cos t ആണ്, cos 2t ആണ്. ഈ ഒരു കേസിൽ u എന്ന് പറയുന്നത് sin cube t ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 1 by 2 root cos 2t ടൈംസ് എന്താണ്? കാരണം ആ ഒരു വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 1 by 2 root u ടൈം du by dt എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. 1 by 2 root u d by dt of cos 2t എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നൗ ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഇതാണ് നമ്മുടെ u. ഓക്കെ, ഇവിടെ ഏതാണ് u എന്ന് പറയുന്നത് sin t. ഈ ഒരു സ്റ്റെപ്പിൽ യുവിന്റെ വാല്യൂ sin t. രണ്ടാമത്തെ സ്റ്റെപ്പിൽ യുവിന്റെ വാല്യൂ എത്രയാണ്? cos 2t. ഓക്കെ, അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് sin t എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഡെറിവേറ്റീവ് ഓഫ് sin t യുടെ ആൻസർ ആണ് നമ്മുടെ ഇവിടെ കാണുന്ന cos t. ഡെറിവേറ്റീവ് cos 2t എന്ന് പറയുന്നത് എത്രയാണ്? -2 sin 2t. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം ഡെറിവേറ്റീവ് ഓഫ് cos 2t എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ഈ ഒരു കേസിൽ d by dx of d by dt of cos u d by dt of cos u എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് sin u du by dx du by dt എന്നുള്ള എന്താണ് ഫോർമുലയാണ്. അതുകൊണ്ടാണ് -2 sin 2t എന്നുള്ളൊരു എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം? ഐഡന്റിക്കൽ ആക്കണം. ഓക്കെ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? ചെയ്യുന്നത്. ഓക്കെ, നൗ അതിനു വേണ്ടി ചെയ്യുന്ന എന്താണെന്നുള്ള എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിക്കൽ ആക്കണം. 2 root cos 2t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. എന്താണ്? 2 root cos 2t വെച്ച്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? നമ്മളിതൊരു കോമ്പൗണ്ട് ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ടേമിനെ എനിക്ക് എന്ത് ചെയ്യണം? ഐഡന്റിക്കൽ ആക്കണം. അതുകൊണ്ടാണ് 2 root cos 2t വെച്ച് ഞാൻ എന്ത് ചെയ്തത്? മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്. ഇനി ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ഒരു ലെങ്തി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി മാറും? ഓക്കെ, നൗ ശ്രദ്ധിക്കുക. ഇവിടെ cos 2t ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? root cos 2t ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയാകും? 2 root cos t ടൈം 3 root cos t എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? റൂട്ട് കോസ്റ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് എത്രയാകും? 3 cos 2t എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. കറക്റ്റ് അല്ലേ? അതായത് 2 times cos 2t ആ റൂട്ട് റിമൂവ് ആവും, ടൈം സൈൻ സ്ക്വയർ ടി ടൈംസ് കോസ് ടി, ഇനി മാറ്റമൊന്നും വരികയില്ല. ഓക്കെ, നൗ രണ്ട് നെഗറ്റീവ് കൂടെ വന്ന് പോസിറ്റീവ് ആകും. സൈൻ ക്യൂബ് ടി ടൈംസ് 2 sin 2t എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക,
ഈ 2 റൂട്ട് കോസ്റ്റിയും ഈ റൂട്ട് കോസ്റ്റ് 2t ആവും. സൈൻ സ്ക്വയർ ടി അതുപോലെ തന്നെ വരും, കോസ്റ്റ് അതുപോലെ തന്നെ വരും. ഈ മൈനസ് കൂടെ ചെന്ന് പ്ലസ് ആകും. സൈൻ ക്യൂബ് ടി ടൈം 2 സൈൻ 2t വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തായി മാറും? 2 റൂട്ട് കോസ് 2t ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 2t എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഫോർമാറ്റിലാണ്? ഇത് എ ബൈ ബി ബൈ സി ബൈ ഡി ഫോർമാറ്റിലാണ്. കറക്റ്റ് അല്ലേ? എ ബൈ ബി ബൈ സി ബൈ ഡി ഫോർമാറ്റിലാണ്. അപ്പോൾ ഇത് കോസ് 2t ബൈ 1 എന്ന് വരും. ഇതിന്റെ റെസിപ്രോക്കൽ വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്തിട്ട് 1 ബൈ കോസ് 2t എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? എഴുതാം. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ഇനി 2 ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് തരാം. ഇതേ 2 തന്നെ ഡിനോമിനേറ്ററിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ടാണ് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? ഓൾറെഡി ഒബ്വിയസ്ലി ഇവിടെ ഒരു 3 ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എക്സ്പ്രഷൻ 3 cos 2t സൈൻ സ്ക്വയർ ടി കോസ് ടി പ്ലസ് സൈൻ ക്യൂബ് ടി സൈൻ 2t ഡിവൈഡ് ബൈ കോസ് 2t റൂട്ട് കോസ് 2t എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ ഡി ബൈ ഡി ടി ഓഫ് കോസ് ക്യൂ ടി ബൈ റൂട്ട് കോസ് 2t നമുക്ക് ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ടൈം ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ വരും. റൂട്ട് കോസ് 2t സ്ക്വയർ വരുമ്പോൾ കോസ് 2t വരും. പഴയതുപോലെ തന്നെ ഏതാണ് ഓരോന്നും ഡി ബൈ ഡി ടി ഓഫ് കോസ് 3 ക്യൂബ് ടി ടി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 കോസ് സ്ക്വയർ ടി ടൈം ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്ന് വരും. അതുപോലെ തന്നെ ഏതാണ് ഡി ബൈ ഡി ടി ഓഫ് റൂട്ട് കോസ് 2t എന്ന് പറയുന്നത് എത്ര വരും? 1 ബൈ റൂട്ട് കോസ് ടി ടൈം ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്ന് കിട്ടും. അതായത് പ്രീവിയസിൽ കണ്ട സ്റ്റെപ്പ് പോലെ അതേപോലെ തന്നെ എന്താണ് സിമിലർ ആണ്. നമ്മുടെ പ്രീവിയസ് കേസിൽ അപ്ലൈ ചെയ്ത അതേ റൂളുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എത്ര കിട്ടും? ഇനി ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? സൈൻ ടി കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് കോസ് 2t നമുക്ക് 2 സൈൻ 2t കിട്ടും. പഴയ പോലെ നമ്മൾ ഡിനോമിനേറ്ററിനെ കോമൺ ആക്കി സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഓക്കെ, നൗ ഓക്കെ ഡി വൈ ബൈ ഡി ടി നമുക്ക് ഓൾറെഡി കിട്ടി, ഡി എക്സ് ബൈ ഡി ടി നമുക്ക് ഓൾറെഡി കിട്ടി. നമ്മൾ അതിന്റെ രണ്ടിനെയും കൂടെ എന്തെടുത്തു? റേഷ്യോ എടുത്തു. റേഷ്യോ എടുക്കുക ഒബ്വിയസ്ലി ഈ രണ്ട് ടൈം കോമൺ ടൈം എന്താവും? ക്യാൻസൽ ചെയ്തു. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് -3 കോസ് ഏതാണ്? -3 കോസ് 2t കോസ് സ്ക്വയർ ടി സൈൻ ടി പ്ലസ് കോസ് ക്യൂബ് ടി സൈൻ 2t എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ സൈൻ 2tക്ക് വരും ഞാൻ എന്ത് ചെയ്തു? ഈ സൈൻ 2t എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ ടി കോസ് ടി ആണ്. അതെവിടുന്ന് കിട്ടി? നമ്മുടെ സൈനിന്റെ എക്സ്പാൻഷൻ ആണ്. എന്താണ്? സൈൻ 2t എന്ന് പറയുന്നത് 2 സൈൻ ടി കോസ് ടി ആണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലെ ഈ സൈൻ 2tക്ക് വരെ ഞാൻ എന്ത് എഴുതി? 2 സൈൻ ടി കോസ് ടി എന്ന് എഴുതി. ഓക്കെ, ബാക്കിയുള്ള ടൈം 3 കോസ് 2t സൈൻ സ്ക്വയർ ടി കോസ് ടി അത് ഞാൻ അതുപോലെ തന്നെ റിമെയിൻ സെയിം ആക്കി. എല്ലാ ടൈമിൽ നിന്നും ഒരു സൈൻ ടി കോസ് ടി വെളിയിലെടുത്തു ന്യൂമറേറ്ററിൽ നിന്ന്. ഓക്കെ, നൗ ഒരു സൈൻ ടി കോസ് ടി കംപ്ലീറ്റ് ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം? വെളിയിലെടുക്കാം. വെളിയിലെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഒരു സൈൻ ടി കുറയും, ഇവിടുന്ന് ഒരു കോസ് ടിയുടെ ടൈം കുറയും, ഈ ഒരു സൈൻ ടി കോസ് ടി എന്നുള്ള ടൈം കുറയും, ഇവിടെ സൈൻ ടി കോസ് ടി എന്നുള്ള ടൈം കുറയും, ഇവിടെ ഒരു കോസ് ടി കുറയും, ഒരു സൈൻ ടി എന്നുള്ളൊരു ടൈം കുറയും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് -3 കോസ് 2t കോസ് ടി 2 കോസ് ക്യൂബ് ടി ഡിവൈഡഡ് ബൈ 3 കോസ് 2t സൈൻ ടി 2 സൈൻ ക്യൂബ് ടി എന്നുള്ളൊരു ടൈം കിട്ടും. നമുക്ക് എന്തുകൊണ്ടാണ് ഈ കോമൺ ആയിട്ടുള്ള രണ്ട് ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് വൺ കോസ് 2t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് 2t തന്നെ 2 കോസ് സ്ക്വയർ ടി -1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 1 - 2 സൈൻ സ്ക്വയർ ടി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോസ് 2tക്ക് വരെ ഞാൻ എന്ത് എഴുതി? 2 കോസ് സ്ക്വയർ 2t -1 എന്ന് എഴുതി. ഓക്കെ, ഡിനോമിനേറ്ററിലെ കോസ് 2tക്ക് വരെ ഞാൻ എന്ത് എഴുതി? 1 - 2 സൈൻ സ്ക്വയർ ടി എന്ന് എഴുതി. ഓക്കെ, നൗ ഇനി ഞാൻ എന്ത് ചെയ്തു? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ശ്രദ്ധിക്കുക, എന്ത് ചെയ്യണം? -3 ടൈം 2 കോസ് സ്ക്വയർ ടി -1 ടൈംസ് കോസ് ടി എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡിനോമിനേറ്റർ 3 ടൈംസ് 1 - 2 സൈൻ സ്ക്വയർ ടി ടൈം സൈൻ ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാണ്? ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ന്യൂമറേറ്ററിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് ഇത് ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
മൈനസ് 6 കോസ് ക്യൂബ് ടി പ്ലസ് 3 കോസ് ടി പ്ലസ് 2 കോസ് ക്യൂബ് ടി എന്നൊരു ടൈം കിട്ടും. ഡിനോമിനേറ്ററിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 സൈൻ ടി മൈനസ് 6 സൈൻ ക്യൂബ് ടി പ്ലസ് 2 സൈൻ ക്യൂബ് ടി എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈം കിട്ടും. എന്തുകൊണ്ടാണ്? മൈനസ് 6 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഇവർ ഇവിടെ മൈനസ് 6 പ്ലസ് 2 -4 ആണ്. ന്യൂമറേറ്റർ -4 കോസ് ക്യൂബ് ടി പ്ലസ് 3 കോസ് ടി എന്ന് കിട്ടും. ഡിനോമിനേറ്റർ 3 സൈൻ ടി -4 സൈൻ ക്യൂബ് ടി എന്ന് കിട്ടും. നമുക്കറിയാം കോസ് 3t എന്ന് പറഞ്ഞാൽ 4 കോസ് ക്യൂബ് ടി മൈനസ് 3 കോസ് ടി ആണ്. സൈൻ 3t എന്ന് പറഞ്ഞാൽ 3 സൈൻ ടി -4 സൈൻ ക്യൂബ് ടി ആണ്. ന്യൂമറേറ്റർ മൈനസ് കോസ് ടി വരും, ഡിനോമിനേറ്റർ സൈൻ 3t വരും. ഫൈനൽ ആൻസർ മൈനസ് കോട്ട് 3t കിട്ടും.